ഹായ്, ഐ ആം ഹിസ, 16 ഇയേഴ്സ് ഓൾഡ്. ഫോറക്സ് ട്രേഡിങ് എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോറക്സിലെ കറൻസി പെയർ എന്താണെന്നും മേജർ ആയിട്ടുള്ള കറൻസി പെയർസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതുപോലെ മാർക്കറ്റിൽ സ്ട്രോങ് ആയതും ഇനഫ് ലിക്വിഡിറ്റിയും വെച്ച് ട്രേഡ് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പെയറിനാണ് നമ്മൾ മൈനർ പെയർസ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി മേജർ കറൻസി പെയർസ് എന്ന് അത്രത്തോളം ലിക്വിഡിറ്റി ഇല്ലെങ്കിലും മാർക്കറ്റിൽ മൈനർ ആയിട്ടുള്ള കറൻസി പെയറുകൾ ചെയ്യപ്പെടുന്ന കറൻസി പെയറുകളാണ് US റിലേറ്റഡ് അല്ലാതെ എന്നാൽ സ്ട്രോങ് ആയിട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളുടെ കറൻസികൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മൈനർ കറൻസി പെയർസ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യൂറോ JPY, യൂറോ AUD ഇത്തരത്തിൽ കറൻസി പെയറുകളൊക്കെ USD ആയിട്ട് റിലേറ്റഡ് അല്ലെങ്കിലും മാർക്കറ്റിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെയ്യപ്പെടുന്ന കറൻസി പെയറുകളാണ് മേജർ കറൻസി പെയറും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനഫ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പിന്നെ അതുപോലെ തന്നെ ഹയർ ആയിട്ട് വൊളാറ്റിലിറ്റി വരാത്ത കറൻസി പെയറുകളാണ് നമ്മൾ മൈനർ കറൻസി പെയറുകൾ എന്ന് പറയുന്നത്. നിങ്ങളും ഫോറക്സിൽ കറൻസി പെയറുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ മേജർ ആയിട്ടുള്ളതും മൈനർ ആയിട്ടുള്ള കറൻസി പെയറുകളും ശ്രദ്ധിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.